നരകം ഭൂമിയെ കാർന്നെടുക്കുന്നതുപോലെ ആകാശം മുട്ടെ കലുതുള്ളിയെത്തിയ കാട്ടുതീയിൽ സർവ്വതും കത്തിച്ചാമ്പലായ ഒരു രാത്രി. കൺമുന്നിൽ കണ്ടതെല്ലാം ഉരുകിയൊലിച്ചു പോകുമ്പോൾ ജീവൻ രക്ഷിക്കാനായി ഒരു കുടുംബത്തിന് തങ്ങളുടെ പ്രിയപ്പെട്ട നായയെ ഉപേക്ഷിച്ച് അവിടെ നിന്നും പോകേണ്ടി വന്നു. അവർ അവിടെ നിന്ന് പോകുന്നതിന് മുന്നേ തങ്ങളുടെ പ്രിയപ്പെട്ട നായയെ തങ്ങളോടൊപ്പം കൂടെ കൂട്ടാൻ അവർ ആവുന്നത്ര പരിശ്രമിച്ചു. എന്നാൽ മരണത്തെ മുഖാമുഖം കാണുന്ന ആ സമയത്തും ആ നായ അവരോടൊപ്പം പോകാൻ തയ്യാറായില്ല. കാരണം അവൻ അതുവരെ സംരക്ഷിച്ചു പോന്നിരുന്ന കുറച്ച് ജീവനുകൾ കൂടി അവിടെ അവശേഷിക്കുന്നുണ്ടായിരുന്നു. അവരെ അഗ്നിക്കിരയാക്കാൻ വിട്ടുകൊടുത്തിട്ട് തൻ്റെ ജീവൻ മാത്രം രക്ഷിക്കാൻ ആ നായ തയ്യാറായില്ല. ദിവസങ്ങൾ നീണ്ടുനിന്ന കാലിഫോർണിയയിലെ ടെർഫ് ഫയർ എന്ന ആ കാട്ടുതീയിൽ എല്ലാം കത്തിച്ചാമ്പലായപ്പോൾ എല്ലാവരും കരുതിയത് അവനും ആ തീയിൽ എരിഞ്ഞടങ്ങിയിട്ടുണ്ടാകും എന്നാണ്. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഇത് സ്നേഹവും ധീരതയും കൊണ്ട് അഗ്നിയെ തോൽപ്പിച്ച ധീരനായ കാവൽക്കാരൻ ഓഡിൻ എന്ന നായയുടെ കഥയാണ്. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ, അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. കാലിഫോർണിയയിലെ സൊനോമോ കൗണ്ടിയിലെ മനോഹരമായൊരു മലമ്പ്രദേശത്തായിരുന്നു റോളൻ ടെബോ ഹെൻഡലും മകൾ ഏരിയലും താമസിച്ചിരുന്നത്. അവരുടെ ഫാമിലെ ഏറ്റവും വലിയ ആകർഷണം ഓഡിൻ, ടെസ എന്നീ 2 നായ്ക്കളായിരുന്നു. ഗ്രേറ്റ് പൈറനീസ് ഇനത്തിൽപ്പെട്ട ഇവരെ വെറുമൊരു വളർത്തു നായ്ക്കളായിട്ടല്ല, മറിച്ച് ഫാമിലെ 8 ആടുകളുടെ സംരക്ഷകരായ ലിവിങ്സ്റ്റോക്ക് ഗാർഡിയൻ ഡോഗ്സുകൾ കൂടിയായിട്ടായിരുന്നു റോളണ്ട് ആ നായ്ക്കളെ വളർത്തിയിരുന്നത്. ആടുകളോടൊപ്പം കളിച്ചും അവരോടൊപ്പം ഉറങ്ങിയും അവർക്ക് കാവലായും ജീവിക്കുന്നതായിരുന്നു ഓഡിൻ എന്ന നായയുടെ രീതി. 2017 ഒക്ടോബറിലെ ഒരു ഞായറാഴ്ച രാത്രി റോളണ്ടും കുടുംബവും പതിവ് പോലെ പുറത്തിരുന്ന് ബാർബിക്യൂ ഉണ്ടാക്കി കഴിച്ച ശേഷം ഉറങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു. പെട്ടെന്ന് അയൽവാസി റോളണ്ടിനെ വിളിച്ചു പറയുകയാണ്, അന്തരീക്ഷത്തിൽ പുകയുടെ മണമുള്ളതായി തോന്നുന്നു. താങ്കൾക്ക് അത്തരത്തിലുള്ള പുകയുടെ ഗന്ധം അനുഭവപ്പെടുന്നുണ്ടോ? റോളണ്ട് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വീടിന് പുറത്തേക്ക് ഇറങ്ങി. അതെ, അന്തരീക്ഷത്തിൽ ചെറിയ തോതിൽ പുകയുടെ ഗന്ധം അനുഭവപ്പെടുന്നുണ്ട്. റോളണ്ട് വീട്ടിനുള്ളിലേക്ക് കയറി മകളെ വിളിച്ചുണർത്തി അവളോടും പുകയുടെ ഗന്ധം അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവളും പറഞ്ഞു, അതെ, പുകയുടെ ഗന്ധം അനുഭവപ്പെടുന്നുണ്ട്. റോളണ്ടിന് ആശങ്കയുണ്ടായി. ഈ പാതിരാത്രി അന്തരീക്ഷത്തിലാകെ പുകയുടെ ഗന്ധമുണ്ടാകണമെങ്കിൽ എവിടെയോ കാര്യമായ തീപിടുത്തമോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപകടമോ സമീപ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടാകണം. റോളണ്ടിന് ഈ പുകയുടെ സ്രോതസ്സ് എവിടെ നിന്നാണെന്ന് ബോധ്യപ്പെടാതെ ഉറങ്ങാൻ തോന്നിയില്ല. മകളോട് ജാഗ്രതയായിരിക്കണമെന്ന് പറഞ്ഞ ശേഷം റോളണ്ട് തൻ്റെ വാഹനത്തിൽ കയറി എവിടെയെങ്കിലും തീപിടുത്തത്തിൻ്റെ തെളിവുകളോ ഏത് ദിശയിൽ നിന്നാണ് ഇത്തരത്തിൽ പുക അന്തരീക്ഷത്തിൽ പടരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വൻ മരങ്ങൾ തിങ്ങി വളരുന്ന ആ കുന്നിൻ മുകളിൽ നിന്ന് താഴ്വാരത്തേക്ക് വാഹനം ഓടിച്ചു പോയി ഒന്ന് പരിശോധിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. അങ്ങനെ റോളണ്ട് ഏതാനും ദൂരം വാഹനം ഓടിച്ച് മൗണ്ടൻ റോഡ് എന്ന ഭാഗത്തേക്ക് തിരിഞ്ഞതും ഭയാനകരമായ ആ കാഴ്ച കാണുകയാണ്. ആകാശമാകെ ഓറഞ്ച് നിറത്തിലാക്കിക്കൊണ്ട് ഉൾക്കാടുകളിൽ നിന്നും പടുകൂറ്റൻ വൻ മരങ്ങൾ പച്ചയ്ക്ക് നിന്ന് കത്തുകയാണ്. അത് കിലോമീറ്ററുകളോളം വീതിക്ക് ഒന്നിനു പുറകെ ഒന്നായി അതിവേഗം കത്തിപ്പടരുകയാണ്. അന്തരീക്ഷമാകെ ചാരവും കറുത്ത പുകയും കൊണ്ട് മൂടിയിരിക്കുന്നു. ഇത് അതിവേഗം പടരുന്ന കാട്ടുതീയാണ്. എത്രയും വേഗം ഈ പ്രദേശം വിട്ടൊഴിഞ്ഞു പോയില്ലെങ്കിൽ അത് ജീവന് തന്നെ ആപത്താണെന്നും അധികം വൈകാതെ തന്നെ ആ കുന്നൊന്നാകെ കാട്ടുതീ അപഹരിക്കുമെന്നും റോളണ്ടിന് ബോധ്യമായി. അദ്ദേഹം അതിവേഗം തിരികെ വീട്ടിലേക്ക് പാഞ്ഞെത്തി. ആ പ്രദേശത്ത് താമസിക്കുന്ന അയൽവാസികളെയും സുഹൃത്തുക്കളെയും വിളിച്ചുണർത്തി കാട്ടുതീ പടരുകയാണെന്ന അപായ മുന്നറിയിപ്പ് നൽകി. അതോടെ എല്ലാവരും ആ പാതിരാത്രി തങ്ങളുടെ സ്വന്തം വണ്ടികളിൽ കിട്ടുന്ന അവശ്യ സാധനങ്ങളെടുത്ത് അവിടെ നിന്നും ജീവൻ രക്ഷിച്ചു പോകാനുള്ള വെപ്രാളങ്ങൾ തുടങ്ങി. റോളണ്ട് വീട്ടിലേക്ക് കയറി മകളോട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്നും പോകണമെന്നും കാട്ടുതീ ഏത് നിമിഷവും ഈ പ്രദേശത്തേക്ക് പടർന്നു പിടിച്ചേക്കാമെന്നും അതിനാൽ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ വണ്ടിയിൽ കയറ്റാൻ ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും രാത്രിയുടെ ഇരുട്ടിൻ്റെ മൂകതയെ വകഞ്ഞു മാറ്റുന്ന ഒരു മുഴക്കവും കാറ്റും അവർക്ക് കേൾക്കാൻ തുടങ്ങി. റോളണ്ട്
തൻ്റെ വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിലേക്ക് ഓടിക്കയറി. അവിടെ നിന്നുള്ള കാഴ്ച അദ്ദേഹത്തെ കൂടുതൽ ഭയപ്പെടുത്തി. കാട്ടുതീ അതിഭയാനകരമായി പടർന്നു പിടിച്ച് ആ പ്രദേശത്തേക്ക് വ്യാപിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്ന് കാണാവുന്ന അത്ര അടുത്തേക്ക് കാട്ടുതീ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം വെപ്രാളത്തോടെ ആ വീടിൻ്റെ പുറത്തേക്ക് ഓടി. അദ്ദേഹത്തിൻ്റെ മകൾ ഏരിയൽ തങ്ങളുടെ ഫാമിലെ വളർത്തുമൃഗങ്ങളെ വാഹനങ്ങളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് റോളണ്ടിൻ്റെ ഏതാനും സുഹൃത്തുക്കൾ കൂടി അവിടെ എത്തുകയാണ്. അവരെല്ലാം ചേർന്ന് റോളണ്ടിൻ്റെ ഫാമിലെ മൃഗങ്ങളെയും പക്ഷികളെയും പൂച്ചകളെയും ടെസ എന്ന വളർത്തുനായയും സ്വന്തം വാഹനത്തിലും സുഹൃത്തുക്കളുടെ വാഹനങ്ങളിലുമായി കയറ്റി. അപ്പോഴേക്കും കാട്ടുതീ അയൽപക്കക്കാരൻ്റെ പറമ്പിന് സമീപത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആ പാതിരാത്രി ഇരുട്ടിനെ ഭേദിച്ച് തീജ്വാലകളുടെ ഭയപ്പെടുത്തുന്ന വെട്ടം ആ പ്രദേശമൊന്നാകെ പരക്കാൻ തുടങ്ങി. അധികം വൈകാതെ തന്നെ ആ പ്രദേശമൊന്നാകെ കാട്ടുതീ വിഴുങ്ങുമെന്നത് ഉറപ്പാണ്. ഇനി റോളണ്ടിൻ്റെ ഫാമിൽ അവശേഷിക്കുന്നത് 8 ആടുകളും ഓടിനെന്ന നായയുമാണ്. എന്നാൽ ആടുകളെ കയറ്റാൻ സമയമോ വണ്ടികളിൽ സൗകര്യമോ ഉണ്ടായിരുന്നില്ല. ഇതേ സമയം പ്രകൃതിയുടെ അതിഭയാനകരമായ ആ അന്തരീക്ഷത്തിൽ ആടുകളെല്ലാം ഭയന്നു വിറച്ച് ഒരുമിച്ചൊരു കൂട്ടമായി നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്ക് മുന്നിൽ ധൈര്യത്തോടെ ഓടിനെന്ന നായയെ നിൽക്കുന്നുണ്ടായിരുന്നു. റോളൻ ഓടിനെ കാറിലേക്ക് കയറ്റാൻ ശ്രമിച്ചു. എന്നാൽ ഓടിൻ അതിന് തയ്യാറായില്ല. അവൻ വാലൊന്നു മാട്ടാതെ റോളണ്ടിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്നു. ആദ്യം ഈ ആടുകളെ കയറ്റൂ, അതിനുശേഷം അവസാനം താൻ കയറാം എന്ന നിലപാടിൽ ഉറച്ചായിരുന്നു ഓടിനെന്ന ആ നായയുടെ നിൽപ്പ്. 1.5 വയസ്സുകാരനായ ആ ഓടിനെന്ന നായ തൻ്റെ ജീവിതത്തിൻ്റെ ആ 1.5 വർഷവും കളിച്ച് വളർന്നിരുന്നത് ആ ആടുകളോടൊപ്പമായിരുന്നു. ആയതിനാൽ തന്നെ തൻ്റെ ആ പ്രിയപ്പെട്ട ആടുകളെ വിട്ടുപോകാൻ ഓടിനെന്ന ആ നായ ഒരിക്കലും തയ്യാറായിരുന്നില്ല. കാട്ടുതീ തൊട്ടടുത്തെത്തിക്കഴിഞ്ഞു. ഏതാണ്ട് അടുത്തുള്ള വീടുകളിലെ ഗ്യാസ് ടാങ്കുകൾ പൊട്ടിത്തെറിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാം. ഇനിയും ഇവിടെ നിന്നാൽ എല്ലാവരും മരിക്കും. ഈ സാഹചര്യത്തിൽ റോളണ്ടിന് ആ ആടുകളെയും ഓടിനെന്ന ആ നായയെയും അവിടെ ഉപേക്ഷിച്ച് പോകേണ്ട സാഹചര്യമുണ്ടായി. ആടുകൾക്കും ഓടിനെന്ന നായയ്ക്കും രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ രക്ഷപ്പെട്ടു പോയിക്കോട്ടെ എന്ന സാഹചര്യം ഒരുക്കുന്നതിനായി റോളൻ സമയമില്ലാത്ത ആ സമയത്തും വളരെ വെപ്രാളത്തോടെ ഓടിപ്പോയി ആ ഫാമിൻ്റെ പുറകുവശത്തെ ഗേറ്റ് തുറന്നിട്ടു. അതിനുശേഷം റോളണ്ട് അതിവേഗം വണ്ടിയിലേക്ക് ഓടിക്കയറി പോകാനായി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേക്കും അയൽപക്കക്കാരൻ്റെ പറമ്പിലെ മരത്തിലും തീ ആളിക്കത്താൻ തുടങ്ങിയിരുന്നു. ആ തീജ്വാലയുടെ വെട്ടം തളം കെട്ടി നിൽക്കുന്ന കണ്ണുമായി ഓടിൻ നിസ്സഹായനായി റോളണ്ടിനെ തന്നെ നോക്കി നിന്നു. വാഹനം മുന്നോട്ടെടുക്കുന്നതിന് മുന്നേ ഒന്നുകൂടി റോളണ്ടും മകൾ ഏരിയലും ഓടിനെ വിളിച്ചു. ഓടിൻ, വേഗം വാ, വന്ന് വണ്ടിയിൽ കയറ്, നമുക്ക് പോകാം. എന്നാൽ പറയുന്നതെന്തും അതുപോലെ അനുസരിച്ചിരുന്നവൻ ഇത് അനുസരിക്കാൻ തയ്യാറായില്ല. അവൻ ആടുകളുടെ സംരക്ഷകനായി അവിടെ തന്നെ നിന്നു. ഈ ഭയാനകമായ കാട്ടുതീയിൽ ആ മിണ്ടാപ്രാണികൾ വെന്തുരുകി ചാമ്പലായി മാറും എന്നറിയാവുന്ന റോളൻ നിസ്സഹായതയോടെ ഹൃദയം തകരുന്ന വേദനയോടെ ഓടിനോട് പറഞ്ഞു, ശരി ഓടിൻ, നീ ഇവരെ നോക്കിക്കോ, ഞങ്ങൾ നിന്നെ കൊണ്ടുപോകാൻ തിരികെ വരും എന്ന പാഴ്വാക്ക് പറഞ്ഞുകൊണ്ട് റോളൻ അവിടെ നിന്നും അതിവേഗം വാഹനമോടിച്ച് വീടിൻ്റെ മുൻവശത്തെ ഗേറ്റ് പിന്നിട്ട് റോഡിലേക്ക് ഇറങ്ങി. റോഡിലെ കാഴ്ച കണ്ട് എല്ലാവരും ഭയന്നു വിറച്ചു. റോഡിന് ഇരുവശത്തും പടുകൂറ്റൻ മരങ്ങൾ നിന്ന് കത്തുകയാണ്. പുകയും തീക്കനലും കൊണ്ട് റോഡൊന്നും വ്യക്തമല്ല. അവർ സ്ഥിരം യാത്ര ചെയ്യുന്ന റോഡായിരുന്നതിനാൽ ഊഹം വെച്ചവർ അതിവേഗം റോഡിലൂടെ മുന്നോട്ട് പാഞ്ഞു. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ചിത്രങ്ങൾ റോളൻ വാഹനമോടിക്കുമ്പോൾ മകൾ ഏരിയൽ പകർത്തിയ ചിത്രങ്ങളാണ്. റോഡൊന്നും വ്യക്തമായി കാണാൻ കഴിയാത്ത തരത്തിൽ കാട്ടുതീയുടെ ഭീകരതയും കനലും ചാരവും കാറ്റും മരണത്തെ മുഖാമുഖം കാണുന്ന പ്രതിനിധിയായിരുന്നു. ജീവനോടെ സേഫായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചേരുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാത്തൊരു യാത്രയായിരുന്നു അത്. പോകുന്ന വഴിയരികിലെ കത്തുന്ന വീടുകളിൽ വലിയ സ്ഫോടനത്തോടെ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. കുറെ കൂടി മുന്നോട്ട് പോയപ്പോൾ ട്രാൻസ്മിഷൻ ടവറുകൾ ഉഗ്ര സ്ഫോടനത്തോടെ പൊട്ടിത്തെറിക്കുന്ന അതിഭീകരമായ ശബ്ദം അവരെ കൂടുതൽ ഭയപ്പെടുത്തി. ഒടുവിൽ 2.5 മണിക്കൂറിൻ്റെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായി അവർക്ക് കാട്ടുതീയിൽ നിന്ന് അതിജീവിച്ച് സെബാസ്റ്റ്യൻ പോൾ എന്ന പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ സാധിച്ചു. തങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞുവെങ്കിലും റോളണ്ടിൻ്റെയും മകൾ ഏരിയലിൻ്റെയും ചിന്ത ആ ആടുകൾക്കും ഓടിനെന്ന തങ്ങളുടെ പ്രിയപ്പെട്ട നായയ്ക്കും എന്ത് സംഭവിച്ചിട്ടുണ്ടാകും എന്നതിനെക്കുറിച്ചായിരുന്നു.
ദിവസങ്ങൾക്കു ശേഷം കാട്ടുതീയൊക്കെ കെട്ടടങ്ങിയപ്പോൾ റോളണ്ടും മകളും തങ്ങളുടെ വീടിരുന്ന സ്ഥലത്തേക്ക് തിരിച്ചുപോയി. വഴിയിലുടനീളം തടസ്സങ്ങളായിരുന്നു. വൈദ്യുതി പോസ്റ്റുകളും മരങ്ങളും കത്തിക്കരിഞ്ഞ് റോഡിന് കുറുകെ കിടപ്പുണ്ടായിരുന്നു. അവർ അതിനു മുകളിലൂടെ വാഹനമോടിച്ച് അവർ അവരുടെ വീടിരുന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോൾ അവരുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. വന്ന വഴികളിൽ കണ്ടിരുന്നത് പോലെ തന്നെ തങ്ങളുടെ മനോഹരമായിരുന്ന വീടും പൂർണ്ണമായി കത്തിക്കരിഞ്ഞ് നിലം പരിശായിരിക്കുന്നു. അവിടെ കിടന്നിരുന്ന മറ്റു വാഹനങ്ങളെല്ലാം ഉരുകി ഒലിച്ചു പോയിരിക്കുന്നു. ചുറ്റുമുള്ള വനം മുഴുവൻ കറുത്ത കരിക്കട്ട പോലെ ചാരമായി മാറിയിരിക്കുന്നു. ഇത്രയും നരകതുല്യമായ ചൂടേറിയ കാട്ടുതീയിൽ ഈ പ്രദേശത്ത് പെട്ടുപോയ ഒരു ജീവനും ബാക്കിയുണ്ടാകില്ലെന്ന് റോളണ്ട് ഉറപ്പിച്ചു. എല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ നിരാശയിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് കുറച്ചു മാറിയുള്ള മേച്ചിൻപുറങ്ങളിൽ എന്തൊക്കെയോ അനങ്ങുന്നതായി റോളണ്ട് ശ്രദ്ധിക്കുന്നത്. ആ ഭാഗത്തേക്ക് വീണ്ടും ശ്രദ്ധയോടെ സൂക്ഷിച്ചു നോക്കിയ റോളണ്ടിന് താൻ കണ്ട കാഴ്ച വിശ്വസിക്കാനായില്ല. ആ മേച്ചിൽപ്പുറങ്ങളിൽ വെള്ളയും തവിട്ട് നിറവും കറുപ്പ് നിറത്തിലുമുള്ള തൻ്റെ ആടുകൾ നടക്കുന്നു. അവരെ കൂട്ടം തെറ്റാതെ സംരക്ഷിക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട നായയായ ഓടിൻ്റെ വാലനങ്ങുന്നതും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ കാഴ്ച കണ്ട റോളണ്ടും മകളും അത്ഭുത പരതന്ത്രരായി വണ്ടിയിലേക്ക് ഓടിക്കയറി ആ മേച്ചിൻപുറത്തിനടുത്തേക്ക് വണ്ടി ഓടിച്ചു. അവിടെ നിന്നും അവർ കാറിൽ നിന്നും ചാടിയിറങ്ങി ഓടിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. അവൻ അവരെ കണ്ടതും വാലാട്ടിക്കൊണ്ട് സ്നേഹപ്രകടനം ആരംഭിച്ചു. അവൻ റോളണ്ടിൻ്റെ കൈകളിലും മുഖത്തും നക്കുകയും കൈകാലുകൾ ഉയർത്തി ദേഹത്തേക്ക് ചാടിക്കയറുകയും ചെയ്തു. എന്നിരുന്നാലും അവൻ വളരെ ക്ഷീണിതനായി കാണപ്പെട്ടു. ആടുകളെല്ലാം അവർക്ക് ചുറ്റും വന്ന് തല കുമ്പിട്ട് സ്നേഹം പ്രകടിപ്പിച്ചു. അവരെ കൂടാതെ 6 മാൻകുട്ടികൾ കൂടി ഓടിനെന്ന ആ നായയുടെ സംരക്ഷണയിൽ അവിടെ ഉണ്ടായിരുന്നു. ചുറ്റിലും ജീവന്റെ ഒരു കണിക പോലും അവശേഷിക്കാത്ത ആ കാട്ടുതീയിൽ ഇവർക്കെങ്ങനെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്നത് അവിശ്വസനീയമായ അത്ഭുതമായി അവർക്ക് തോന്നി. റോളണ്ട് തൻ്റെ 8 ആടുകളെയും പല തവണ എണ്ണി തിട്ടപ്പെടുത്തി. ആടുകളെല്ലാം നല്ല ആരോഗ്യവാരായിരിക്കുന്നു. അവരുടെ ദേഹമാകെ മണ്ണും ചാരവും കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. എന്നാൽ ഓടിനെന്ന നായ അല്പം ക്ഷീണിതനും ഒരു കാലിൽ പരിക്കേറ്റിരുന്നതിനാൽ നടക്കുമ്പോൾ മുടന്നുമുണ്ടായിരുന്നു. അവൻ്റെ മീശയും കൺപീലികളും ഉരുകിപ്പോയിട്ടുണ്ടായിരുന്നു. അവൻ ആ കാട്ടുതീയെ പ്രതിരോധിച്ചതിൻ്റെ പാടുകളായിരുന്നു അവ. റോളണ്ടും മകളും ഓടിൻ്റെ വയറ്റിലും പുറത്തുമൊക്കെ തടവുമ്പോഴാണ് അവർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഓടിൻ്റെ തലയൊഴികെ ദേഹമാസകലം വെള്ളത്തിൻ്റെ അംശമുണ്ട്. കാട്ടുതീയിൽ സർവനാശം സംഭവിച്ചു കിടക്കുന്ന ഈ പ്രദേശത്ത് എങ്ങനെ ഓടിനെന്ന നായയുടെ ദേഹത്ത് വെള്ളത്തിൻ്റെ അംശമുണ്ടായി എന്നത് റോളണ്ട് പരിശോധിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പുറകുവശത്തായി അല്പം ഉയരത്തിൽ കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ വലിയൊരു വാട്ടർ ടാങ്ക് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. കാട്ടുതീയിൽ വീടും സമീപ മരങ്ങളുമെല്ലാം കത്തി നശിച്ച് ചാമ്പലായി മാറുമ്പോൾ ഈ വാട്ടർ ടാങ്കിൻ്റെ പല ഭാഗങ്ങളും ഉരുകി ചെറിയ തോതിൽ വെള്ളം അതിൽ നിന്നും ഒഴുകുന്നുണ്ടായിരുന്നു. കാട്ടുതീയൊക്കെ ശമിച്ച ശേഷം ഓടിൻ നിരന്തരം ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന വാട്ടർ ടാങ്കിൻ്റെ ചുവട്ടിൽ വന്നതിൻ്റെ അടയാളമാണ് അവൻ്റെ ദേഹത്തിൽ കാണുന്ന വെള്ളത്തിൻ്റെ അംശം. കാട്ടുതീ അപഹരിച്ച ആ പ്രദേശമൊന്നാകെ കണ്ണോടിക്കുമ്പോഴാണ് റോളണ്ട് അത് ശ്രദ്ധിക്കുന്നത്. ആ മേച്ചിൻ പ്രദേശത്ത് 5-6 അടി ഉയരമുള്ള ഏതാനും പാറകൾ നിൽപ്പുണ്ട്. ആ പാറകളുടെ ചുവട്ടിൽ ആട്ടിൻ കാഷ്ടങ്ങളും കിടപ്പുണ്ട്. അപ്പോഴാണ് ഈ മിണ്ടാപ്രാണികൾ കാട്ടുതീയിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് റോളണ്ടിന് ഊഹിക്കാൻ കഴിഞ്ഞത്. അന്ന് ആ കാട്ടുതീ പടർന്നിരുന്ന ദിവസം റോളണ്ടിന് തൻ്റെ 8 ആടുകളെയും ഓടിനെന്ന ആ നായയെയും തങ്ങളുടെ വാഹനത്തിൽ കയറ്റാൻ കഴിയാതെ അവിടെ ഉപേക്ഷിച്ച് പോകേണ്ട സാഹചര്യം വന്നപ്പോൾ ആ 8 ആടുകളുടെയും സംരക്ഷകനായി മാറിയത് ലിവിങ്സ്റ്റൺ ഗാർഡിയൻ ഡോഗ്സ് കൂടിയായ ഓടിനെന്ന ആ നായയായിരുന്നു. കാട്ടുതീ അന്ന് ആ വീട്ടിലും ഫാമിലേക്കുമെല്ലാം അപഹരിച്ചെത്തിയപ്പോൾ ഓടിനെന്ന ആ നായ ആ 8 ആടുകളെയും ആ ഫാമിൻ്റെ പുറകുവശത്തേക്ക് ഓടിച്ചു കൊണ്ടുപോയി. പുറകുവശത്തെ ആ ഫാമിൻ്റെ ഗേറ്റുകൾ തുറന്നു കിടന്നിരുന്നതിനാൽ ആ പാതിരാത്രി കാട്ടുതീയുടെ വെളിച്ചത്തിൽ ആടുകളെ ഓടിനടുത്തുള്ള മേച്ചിൽ പ്രദേശത്തേക്ക് ഓടിച്ചു കൊണ്ടുപോയി. അപ്പോഴേക്കും കാട്ടുതീയിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിയെത്തിയിരുന്ന 6ഓളം മാൻകുട്ടികളും ആ മേച്ചിൽ പ്രദേശത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. താരതമ്യേന ആ പ്രദേശത്ത് മരങ്ങളുടെ എണ്ണം കുറവായിരുന്നുവെങ്കിലും പുൽത്തകിടികളിൽ മേൽ പടർന്നിരുന്ന തീയും ചുറ്റുമുള്ള മരങ്ങളിൽ ആളിക്കത്തുന്ന ചൂടും അവർക്ക് അസഹനീയമായപ്പോൾ ഓടിനെന്ന ആ നായ
ആടുകളെയും മാൻകുട്ടികളെയും ആ മേച്ചിൻപുറത്തെ പാറക്കൂട്ടത്തിൻ്റെ നടുവിലേക്ക് നയിച്ചു കൊണ്ടുപോവുകയും അവരെ അവിടെ സുരക്ഷിതരാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ചുറ്റും അന്ന് കാട്ടുതീ താണ്ഡവമാടിയപ്പോൾ ആ പാറകൾ അവർക്കൊരു കവചമായി മാറി. മണിക്കൂറുകളോളം ആ കൊടും ചൂടിൽ ആടുകൾക്കും മാനുകൾക്കും കാവലായി ഓഡിൻ എന്ന ആ നായ അവർക്ക് സംരക്ഷണമൊരുക്കി. അതിൻ്റെ ഭാഗമായി അവൻ്റെ മീശയും കൺപീലുകളും മുരുക്കിപ്പോവുകയും ഒരു കാലിന് പരിക്ക് പറ്റുകയും ചെയ്തു. കാട്ടുതീയൊക്കെ കെട്ടടക്കി അന്തരീക്ഷം ശാന്തമായപ്പോൾ വിശപ്പകറ്റാനായി ആ പ്രദേശമാകെ പരതി നടന്ന് വാട്ടർ ടാങ്കിൽ നിന്നൊഴുകുന്ന വെള്ളം കണ്ടെത്തുകയും ആടുകളെയും മാനുകളെയും അവിടേക്ക് നയിച്ച് അവർക്ക് വെള്ളം കുടിക്കാനുള്ള അവസരമുണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ഓഡിൻ എന്ന നായ 8 ആടുകളുടെയും 6 മാനുകളുടെയും ജീവൻ രക്ഷിച്ചു. ആ മിണ്ടാപ്രാണികളെ ജീവനോടെ കാണാൻ കഴിഞ്ഞതിൽ റോളണ്ടും മകൾ ഏരിയലും വളരെയധികം സന്തോഷിച്ചു. പിന്നീട് റോളണ്ട് ഒരു പഴയ ട്രെയിലറൊക്കെ സംഘടിപ്പിച്ച് ആ ആടുകളെയും ഓഡിൻ എന്ന ആ നായയെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. അവർക്ക് വെള്ളവും ഭക്ഷണവും നൽകി. ഓഡിൻ്റെ പരിക്കുകൾ ചികിത്സിച്ചു. സകലതും നഷ്ടപ്പെട്ട ആ കുടുംബത്തിന് ഓഡിൻ്റെ ഈ തിരിച്ചുവരവ് നൽകിയ ആശ്വാസം ചെറുതൊന്നുമായിരുന്നില്ല. വീടും സമ്പാദ്യവും കാട്ടുതീ കൊണ്ടുപോയെങ്കിലും സ്നേഹത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും പ്രതീകമായ ഓഡിൻ അവർക്കൊപ്പമുണ്ട്. ഇന്ന് ലോകമെമ്പാടുമുള്ള മൃഗസ്നേഹികൾക്ക് ഓഡിൻ വെറുമൊരു നായയല്ല, മറിച്ച് അർപ്പണബോധത്തിൻ്റെയും നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെയും വലിയൊരു മാതൃക തന്നെയാണ്. ഓഡിനെ പോലെ സ്നേഹമുള്ള വളർത്തുമൃഗങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരെക്കുറിച്ച് 2 വാക്ക് കമൻ്റായി എഴുതാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. വളരെ വ്യത്യസ്തമാർന്ന മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.